ആശുപത്രികൾ കയറിയിറങ്ങി മടുത്തു. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ കേൾക്കുന്ന കുത്തുവാക്കുകൾ നിങ്ങളെ തളർത്തുന്നുണ്ടോ? ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും ബലം കിട്ടാത്തവർക്കായി നമ്മുടെ പൂർവികർ കൈമാറിത്തന്ന ഒരു വലിയ രഹസ്യം ഇന്ന് ഞാൻ പങ്കുവയ്ക്കാം. ഇതിന് പണച്ചിലവില്ല, പാർശ്വഫലങ്ങളില്ല, പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഇതിന് സാധിക്കും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തു നോക്കാതെ നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടുകയില്ല. ഒരുപാട് പേരുടെ അനുഭവമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് തുറന്നു തരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ജീവൻ സ്വീകരിക്കുന്നത് എവിടെ നിന്നാണെന്ന്? അതെ, പൊക്കിൾ കൊടി വഴി. ആ പൊക്കിൾ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ ശരീരത്തിലെ സകല ഞരമ്പുകളെയും നിയന്ത്രിക്കുന്നത്. അവിടെ ചെയ്യുന്ന ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളെ എങ്ങനെ മാറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയതും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തതും എല്ലാം ദൈവനിയോഗമാണെന്ന് ഞാൻ പറയും. കാരണം ഈ വീഡിയോയിൽ അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആയുർവേദം അനുസരിച്ച് ഇതിനെ നാഭീപൂരണം എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിലെ 72,000 ഞരമ്പുകൾ സംഗമിക്കുന്ന കേന്ദ്രമാണിത്. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മാറാനും ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഈ വിദ്യ സഹായിക്കും. പക്ഷേ ഒരു വലിയ കാര്യമുണ്ട്. എല്ലാവരും ഒരേ എണ്ണയല്ല ഉപയോഗിക്കേണ്ടത്. തെറ്റായ എണ്ണ ഉപയോഗിച്ചാൽ ഗുണത്തിന് പകരം ദോഷമായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനുചിതമായ എണ്ണ ഉപയോഗിക്കേണ്ട അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ മർമ്മമാണ് പൊക്കിൾ എന്ന് പറയുന്നത്. ഗർഭപാത്രവുമായി നേരിട്ട് ബന്ധമുള്ള ഈ ഭാഗം എങ്ങനെയാണ് സ്ത്രീകളിലെ വന്ധ്യതയും മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും എല്ലാം ലഭിച്ചിരുന്നത് ഈ പൊക്കിൾ കൊടി വഴിയാണല്ലോ. മുതിർന്നവരായാലും ഈ ഭാഗം ശരീരത്തിലെ 72,000 ഞരമ്പുകളുടെ സംഗമ സ്ഥാനമായി തുടരുന്നു. പൊക്കിളിൽ എണ്ണ തേക്കുമ്പോൾ ആ ഞരമ്പുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ഗർഭപാത്രത്തിലേക്കും അണ്ഡാശയത്തിലേക്കുമുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഗർഭപാത്ര ഭിത്തികൾക്ക്, അതായത് എൻഡോമെട്രിയത്തിന് കരുത്ത് നൽകാൻ ഇത് സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു റിമോട്ട് കൺട്രോളായി ഈ ഒരു ഭാഗത്തെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരം അമിതമായിട്ട് ഡ്രൈ ആണെങ്കിലോ, വജൈനയുടെ അവിടെ ഡ്രൈനസ് കൂടുതലുള്ളവരാണെങ്കിലോ, ഇറഗുലർ പീരീഡ്സ് ആണെങ്കിലോ, ഓവുലേഷൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണ് നിങ്ങൾക്കെങ്കിലോ, പീരീഡ്സ് ടൈമിൽ അമിതമായിട്ടുള്ള വേദനയുണ്ടെങ്കിലോ, അമിതമായ പേടി അല്ലെങ്കിൽ ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ എണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ്. എള്ളെണ്ണയുടെ ചൂടുള്ള സ്വഭാവം ശരീരത്തിലെ ഞരമ്പുകളെ ശാന്തമാക്കും. ഇത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഗർഭപാത്ര ഭിത്തികളെ ബലപ്പെടുത്തുകയും ചെയ്യും. വാദം നിയന്ത്രിക്കപ്പെടുന്നതോടെ മനസ്സ് ശാന്തമാവുകയും ഗർഭധാരണത്തിന് ശരീരം സജ്ജമാവുകയും ചെയ്യും. ഇനിയും ഒരുപക്ഷെ നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിലോ, അമിത ദേഷ്യം ഉണ്ടെങ്കിലോ, PCOD, PCOS അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ, ശരീരത്തിൽ എപ്പോഴും ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ, പീരീഡ് സമയത്ത് അമിതമായ ബ്ലീഡിംഗ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട എണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പശുവിൻ നെയ്യാണ്. ശുദ്ധമായ പശുവിൻ നെയ്യ്. വെളിച്ചെണ്ണയ്ക്കും നെയ്യിനും ശരീരത്തെ തണുപ്പിക്കാനുള്ള ഒരു കൂളിംഗ് പ്രോപ്പർട്ടി കഴിവുണ്ട്. പൊക്കിളിൽ ഇവ തേക്കുന്നത് വഴി അമിതമായ പിത്തം കുറയുകയും ഗർഭപാത്രത്തിലെ വീക്കം, അതായത് ഇൻഫ്ലമേഷൻ മാറുകയും ചെയ്യുന്നു. ഹോർമോണുകൾ ബാലൻസ് ആകുന്നതിലൂടെ പ്രഗ്നൻസിയുടെ സാധ്യത അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിലോ, എന്തെങ്കിലും സിസ്റ്റുകൾ ഉണ്ടെങ്കിലോ, തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, അമിത വണ്ണമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ അഴുക്കുകൾ നീക്കം ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥയാണെങ്കിൽ, എപ്പോഴും നിങ്ങൾക്ക് മടി ആണ് എങ്കിൽ, ഇതെല്ലാമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് കടുകെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. കടുകെണ്ണയ്ക്ക് ശരീരത്തിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ഗർഭപാത്രത്തിലെ ടോക്സിൻസ് പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. അമിതഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കും. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരിൽ പോഷകാഹാര കുറവുണ്ടെങ്കിൽ അത് ചർമ്മത്തിൽ പ്രതിഫലിക്കും. പൊക്കിളിൽ എണ്ണ തേക്കുന്നത് വഴി ശരീരം മൊത്തത്തിലൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ അത് സഹായകരമാകും. പൊക്കിളിന് ചുറ്റും 72,000 ഞരമ്പുകൾ ഉള്ളതിനാൽ അവിടെ എണ്ണ തേക്കുന്നത് സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി വ്യവസ്ഥയെ മുഴുവനായിട്ട് പോഷിപ്പിക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പലരും വിചാരിക്കുന്നത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം ഗർഭപാത്രത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റിയെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ബാധിക്കും. ഈ 7 ദിവസം നിങ്ങളുടെ ദോഷം തിരിച്ചറിഞ്ഞ് ശരിയായ എണ്ണ ഉപയോഗിച്ചാൽ വർഷങ്ങളായുള്ള നിങ്ങളുടെ കാത്തിരിപ്പിന് പ്രകൃതിദത്തമായ ഒരു മറുപടി ലഭിക്കും. പീരീഡ് സമയത്ത് അമിതമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നവർക്ക് നാഭീപൂരണം ഒരു അത്ഭുത മരുന്ന് തന്നെയാണ്. ഇത് ഗർഭപാത്രത്തിലെ പേശികളെ റിലാക്സ് ചെയ്യും. പൊക്കിൾ ഭാഗത്തെ വൃത്തിയും അവിടെ എണ്ണ തേക്കുന്നതും ശരീരത്തിലെ ബാക്ടീരിയൽ അസന്തുലിതാവസ്ഥ മാറ്റാൻ സഹായിക്കും.
ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന മുഖക്കുരു, മുടി കൊഴിച്ചിൽ എന്നിവ മാറ്റാൻ ആന്തരികമായ ബാലൻസ് ഈ വിദ്യയിലൂടെ ലഭിക്കുന്നു. മരുന്നുകൾ കൊണ്ട് മാത്രം മാറ്റാൻ കഴിയാത്ത ഇൻഫെർട്ടിലിറ്റിയെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒത്തുചേരലിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും. പൊക്കിൾ നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആത്മവിശ്വാസത്തിൻ്റെയും സർഗാത്മകതയുടെയും കേന്ദ്രമാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള മാനസികവും ശാരീരികവുമായ കരുത്ത് ഈ ലളിതമായ ശീലത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നേരെ നിവർന്ന് കിടക്കുക. നിങ്ങളുടെ പ്രശ്നത്തിന് അനുയോജ്യമായിട്ടുള്ള എണ്ണ തിരഞ്ഞെടുക്കുക. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാവുന്നതാണ്. ഒരു സ്പൂൺ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചാൽ മതി. 2-3 തുള്ളി എണ്ണ പൊക്കിളിൽ ഒഴിക്കുക. പൊക്കിളിന് ചുറ്റും വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 7 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനിയും ഇത് ആരൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളവരാണെങ്കിലോ അൾസറോ ഹെർണിയോ ഉള്ളവരാണെങ്കിലോ ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അടുത്തിടെ സിസേറിയനോ മറ്റോ കഴിഞ്ഞവരാണെങ്കിൽ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങിയ ശേഷം മാത്രമേ ഇത് നിങ്ങൾ ചെയ്യാവൂ. അമിതമായിട്ട് എണ്ണ ഉപയോഗിക്കരുത്. 2-3 തുള്ളി മതിയാകും. പ്രിക്വേഷൻസ് ഒക്കെ കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പലരും എണ്ണ തേച്ചാലുടൻ എഴുന്നേറ്റ് നടക്കാറുണ്ട്. അത് ഈ വിദ്യയുടെ ഗുണം ഇല്ലാതാക്കും. എണ്ണ ഒഴിച്ച ശേഷം കുറഞ്ഞത് ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങൾ ശാന്തമായിട്ട് ആ കിടപ്പ് തുടരണം. ആ എണ്ണ നിങ്ങളുടെ പൊക്കിളിലൂടെ ആന്തരിക അവയവങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സമയം നൽകുക. മറ്റൊരു കാര്യം, വന്ധ്യത നേരിടുന്ന സഹോദരിമാർ ഇത് ചെയ്യുമ്പോൾ വെറും ഒരു എണ്ണ തേക്കലായി ഇതിനെ കാണരുത്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും വലിയൊരു ബന്ധമുണ്ട്. നിങ്ങൾ എണ്ണ തേച്ച് കിടക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ പതുക്കെ ഗർഭപാത്രത്തിന് മുകളിൽ വെച്ച് എൻ്റെ ശരീരം ഒരു പുതിയ ജീവനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് മനസ്സിൽ പറയുക. ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഹോർമോൺ പ്രവർത്തനങ്ങളെ അത്ഭുതകരമായിട്ട് സ്വാധീനിക്കും. പലരും ചോദിക്കാറുണ്ട് എത്ര ദിവസം കൊണ്ട് ഫലം കിട്ടും എന്ന്. വെറും 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ചർമ്മത്തിലും ദഹനത്തിലും ഉറക്കത്തിലും ഹോർമോൺ ബാലൻസുകളിലും ഒക്കെ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇൻഫെർട്ടിലിറ്റി പോലുള്ള ഗൗരവമായ പ്രശ്നങ്ങൾക്ക് കുറഞ്ഞത് 1 മാസം വരെ നിത്യവും ഇത് ശീലമാക്കുക. പ്രകൃതിയുടെ മാറ്റങ്ങൾ പതുക്കെയാണെങ്കിലും അത് ശാശ്വതമായിരിക്കും. ലക്ഷങ്ങൾ ചിലവഴിച്ച് IVF ചികിത്സകളിലേക്കും മറ്റും പോകുന്നതിന് മുൻപ് പ്രകൃതി നൽകിയ ഈ ലളിതമായ വഴി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നമ്മുടെ ശരീരം ഒരു അത്ഭുതമാണ്. അതിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, സ്ട്രെസ്സാണ് ഗർഭധാരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ശത്രു. എനിക്ക് കുഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ആ സന്തോഷത്തെ ദൂരേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. പകരം ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്, പ്രകൃതി എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ദിവസങ്ങൾ ഈ മാറ്റം തുടങ്ങുക. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഫെർട്ടിലിറ്റി അനുഭവിച്ച് മനസ്സ് തളർന്നിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ അറിവ് കൈമാറുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ആഗ്രഹം സഫലമാകാൻ കാരണമായേക്കാം. പിന്നെ മെയിനായിട്ട് പറയാൻ ഒരു കാര്യം വിട്ടുപോയെന്നെന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല. പുരുഷന്മാരിലെ ബീജത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താനും എള്ളെണ്ണ പൊക്കിളിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. ദമ്പതികൾ ഒരുമിച്ച് ഈ ശീലം തുടങ്ങുന്നത് ഗുണകരമാണ്. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങളോ ഉണ്ടോ എങ്കിൽ ഒട്ടും മടിക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലൂടെ എന്നോട് വാട്സപ്പിൽ നേരിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്നോട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.